വിധി നടപ്പായി. 4 അനധികൃത ഫ്ളാറ്റുകളും വിജയകരമായി മറ്റ് അപായങ്ങളൊന്നുമില്ലാതെ പൊളിച്ചു നീക്കി. അവസാന ഫ്ളാറ്റായ ഗോൾഡൻ കായലോരം ഉച്ചയ്ക്ക് 2:30 നിലംപൊത്തി. 16 നിലകളുള്ള ഗോൾഡൻ കായലോരം 5 സെക്കൻഡിൽ നിലംപതിച്ചു. 4 സ്ഫോടനങ്ങളും പൂർണ്ണ വിജയമായതോടെ ആശ്വാസത്തോടെ അധികൃതർ. സ്ഫോടനങ്ങൾ പൂർണ്ണ വിജയമായതിൽ ജില്ലാ ഭരണകൂടവും പോലീസും അഗ്നിരക്ഷാസേനയും സംതൃപ്തിയും രേഖപ്പെടുത്തി. ലോകത്ത് തന്നെ അത്യപൂർവമായ ദൗത്യമാണ് വിജയകരമായി അവസാനിച്ചത്. വിവരങ്ങളുമായി CN പ്രകാശ്, N ശ്രീനാഥ്, ഡാനി പോള്, VG വിനീത എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, നേരിട്ട് ഈ കാഴ്ച കണ്ട ഒരാളാണ് ശ്രീനാഥ്. ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? ഏതായാലും അല്പം താമസിച്ചെങ്കിലും നേരത്തെ പറഞ്ഞതിലും ഒരു അരമണിക്കൂർ വൈകിയെങ്കിലും കൃത്യമായി തന്നെ ആ കൃത്യം നിർവഹിച്ചിരിക്കുന്നു. ഫ്ളാറ്റുകൾ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വീണു. ഏറ്റവും അവസാനത്തെ സൈറൻ മുഴക്കി 10 കൗണ്ട് ഡൗണുകൾ. ആ കൗണ്ട് ഡൗണിന് ശേഷമാണ് ഫ്ളാറ്റുകൾ ഓരോന്നായി പൊളിഞ്ഞു വീണത്. കൃത്യമായി അത് ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെ അത് വലത്തോട്ട് ചെരിഞ്ഞ് വീഴുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. ഫ്ളാറ്റുകൾ പൊളിഞ്ഞു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. തൊട്ടടുത്തുള്ള അംഗനവാടി കെട്ടിടം തകരുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പക്ഷേ അംഗനവാടി കെട്ടിടം തകർന്നിട്ടില്ല. അവിടേക്കുള്ള സ്റ്റെപ്പുകളിൽ ചെറുതായിട്ട് വീണിട്ടുണ്ട്. അതിന്റെ മതിലുകൾ തകർന്നിട്ടുണ്ട്. അതിന്റെ മതിലുകളിലേക്ക് ഈ അവശിഷ്ടങ്ങൾ വീണിട്ടുണ്ട്. എങ്കിലും കെട്ടിടത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. തൊട്ടടുത്തുള്ള ഒരു വലിയ കെട്ടിട ഒരു പോറൽ പോലും ഏൽക്കാതെ അംഗൻവാടി കെട്ടിടം പോലും സമീപത്തോട് അതിനോട് ചേർന്ന് നിൽക്കുന്ന അംഗൻവാടി കെട്ടിടം പോലും അതേ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് വിജയകരമായി പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. ഡാനി പോളും ചേരുന്നു. ഡാനി, കുറച്ചൊക്കെ അവശിഷ്ടങ്ങൾ കായലിലേക്ക് വീണ് കാണും എന്നതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നേരത്തെ ഉള്ളതൊക്കെ പോലെ തന്നെ വിജയകരമായി തന്നെ ഗോൾഡൻ കായലോരത്തിന്റെ ദൗത്യവും പൂർത്തിയാവുകയാണ് ഉണ്ടായത്. രഞ്ജിത്ത, കുറച്ചെങ്കിലും അവശിഷ്ടം കായലിലേക്ക് വീണിട്ടുണ്ടോ അങ്ങനെ പോലും നമുക്ക് പറയാനാവില്ല നിലവിൽ. കാരണം അതിൻ്റെ ഒരു ഗോൾഡൻ കായലോരത്തിൻ്റെ ആ ഒരു ചുറ്റുമതിൽ തകർന്നതല്ലാതെ അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ തെറിച്ച് വീഴുന്ന ഒരു കാഴ്ച നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല. കാരണം അത്ര കണ്ട വളരെ പെർഫെക്റ്റായിട്ട് ചെയ്ത ഒരു പ്രവൃത്തി എന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയൂ. കാരണം ഇത് പൊളിച്ചു നീക്കുന്ന പ്രക്രിയയാണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞ അനുപാതത്തിൽ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ തീർന്നിരിക്കുന്നു. അടുത്തുള്ള അങ്കണവാടി കെട്ടിടം പൂർണ്ണമായി തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. ഇവർ പറഞ്ഞിരിക്കുന്ന നിയന്ത്രിത സ്ഫോടനം ഈ രീതിയിൽ ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞ ഇംപ്ലോഷൻ രീതി അത് വളരെ കൃത്യമായിട്ട് തന്നെ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയാം. ഇതിൻ്റെ ഒരു ആശ്വാസം സത്യത്തിൽ മരട് നിവാസികൾക്ക് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമെന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. ചുറ്റുപാടുമുള്ളവർക്ക്, അതിലെ പരിസരവാസികൾക്ക്. ഒരു 200 മീറ്ററിൽ ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ പോലും ഇതാ വലിയ രീതിയിലുള്ളൊരു മുൻകരുതൽ എന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. കാരണം ജില്ലാ ഭരണകൂടം അടക്കം ഇത്തരമൊരു നടപടികളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലുതാകുമെന്നൊരു ധാരണ പൊതുവിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും തന്നെയും ഈ കമ്പനികൾ തന്നെ ഉറപ്പ് നൽകിയിരുന്ന ഒരു കാര്യം യാതൊരു രീതിയിലുള്ളൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നാണ്. അതുപോലെ തന്നെ ഇത് സമാപിച്ചിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും മരടിൽ അങ്ങനെ തലയുയർത്തി നിന്നിരുന്ന 5 അനധികൃതമായ നിർമ്മാണ പ്രവൃത്തികൾ അത് പൂർണ്ണമായി തന്നെ ഇല്ലാതായിരിക്കുന്നു. സുപ്രീം കോടതി വിധി മരടിൽ നടപ്പാക്കിയിരിക്കുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എന്ന് തന്നെ പറയാം. ഇനി അടുത്ത ദിവസങ്ങളുണ്ടാവുന്നത് ഇത് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഈ 5 ഫ്ളാറ്റുകളും കൂടി ഏതാണ്ട് 72,000-നും 74,000-നും ടൺ അവശിഷ്ടങ്ങൾ, കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇത് നീക്കം ചെയ്യാൻ കരാർ കമ്പനി ഇതിനകം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. 70 ദിവസങ്ങൾ കൊണ്ട് ഇത് നീക്കം ചെയ്യണമെന്നാണ് കരാറിലെ വ്യവസ്ഥ. പെരുമ്പാവൂർ ആസ്ഥാനമായ ഒരു കമ്പനിയാണ് ഇതിൻ്റെ കരാർ ജോലികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളിയും ഇനിയിപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടത് ഇവിടെയുള്ള കമ്പനികൾ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ്. കാരണം കേരളത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നതുകൂടി ഇതിന്റെ ഈ വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് തീർച്ചയായും അങ്ങനെയുമുണ്ട്. ഇനി അവശിഷ്ടങ്ങൾ, ടൺ കണക്കിന് അവശിഷ്ടങ്ങൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് നീക്കം ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതും ഡാനി പറഞ്ഞതനുസരിച്ച് 70 ദിവസത്തിനുള്ളിൽ കരാർ പ്രകാരം അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ ആരംഭിക്കാനും സാഹചര്യമുണ്ട്. CN പ്രകാശ് ചേരുന്നു. അതിനു മുൻപ് നഗരസഭാ ചെയർപേഴ്സൺ നദീറ നമ്മോട് സംസാരിക്കുന്നു. വാക്കുകൾ
ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് ഒരു ആശ്വാസം കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കോടതി നിയമം നടപ്പിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്ത് തന്നെയായാലും അത് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. എല്ലാ ഭരണകൂടം ഏറ്റെടുത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തുടക്കം മുതലേ തന്നെ പൊളിക്കൽ അവശിഷ്ടങ്ങൾ ഒരു പ്രോംപ്റ്റ് എൻ്റർപ്രൈസസ് എന്ന ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ മരട് നഗരസഭ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരിലൂടെ അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കും. CN പ്രകാശും ചേരുന്നുണ്ട്. പ്രകാശ്, ഏതായാലും ദൗത്യങ്ങൾ 4 വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അവശിഷ്ടങ്ങൾ നീക്കുക, പഴയപടി അത് പുനഃസ്ഥാപിച്ചെടുക്കുക ആ പ്രദേശം. അതായിരിക്കുമല്ലോ ഒരുപക്ഷെ CRS നിയമലംഘനത്തിന് ഉണ്ടാകാൻ പോകുന്ന പ്രതിവിധി അതായിരിക്കുമല്ലോ. അത് പൂർണ്ണമായും ആ തരത്തിൽ ഒക്കെ ആക്കിയെടുക്കാൻ എത്ര സമയമെടുക്കും? ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ സർക്കാരിനും നഗരസഭയ്ക്കൊക്കെ മുന്നിലുള്ളത്? രഞ്ജിത്ത്, നിലവിലുള്ള ഒരു പദ്ധതി പ്രകാരം 70 ദിവസത്തിനകം ഇവിടുത്തെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റുമെന്നാണ് ജില്ലാ ഭരണകൂടം ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. സമീപ ജില്ലയായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കായിരിക്കും ഇത് നിക്ഷേപിക്കുക എന്നാണ്, ഈ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുക എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചന്ദ്രൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, അതായത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിട്ടുള്ള എറണാകുളം ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള അരൂർ പ്രദേശത്ത്, ചന്ദ്രൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നേരത്തെ ഉണ്ടായിട്ടുള്ള അവശിഷ്ടങ്ങൾ, ഇതിൻ്റെ ഈ ഫ്ളാറ്റുകളുടെ എല്ലാം ഉൾവശങ്ങൾ നേരത്തെ പൊളിച്ചു നീക്കിയിരുന്നു. ആ അവശിഷ്ടങ്ങൾ അവിടെയാണ് നിക്ഷേപിച്ചത്. അതിനുശേഷം ഇവിടുത്തെ കുറച്ച് അവശിഷ്ടങ്ങൾ കൂടി ആ പ്രദേശത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കം നടത്തുന്നത്. എന്നാൽ അവിടുത്തെ പ്രദേശവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇനി അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഈ അവശിഷ്ടങ്ങളടക്കം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് വെച്ച് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉടൻ തന്നെ നടപ്പാക്കും. 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിനുശേഷം 70 ദിവസം കൊണ്ടായിരിക്കും ഇത് പൂർത്തിയാക്കുക. 180 ദിവസം ഉള്ള കർമ്മ പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 4 ഫ്ളാറ്റുകളും പൊളിച്ചു നീക്കിയത്. നിയമ ലംഘനം നടത്തിയ 4 ഫ്ളാറ്റുകളും പൊളിച്ചു നീക്കി. ഇത് കൂറ്റൻ ഫ്ളാറ്റുകളായിരുന്നു. ഇതിന് തീരത്ത് കായലോരം ഉണ്ടായിരുന്നു, ജനവാസ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ചെറിയ തോതിലുള്ള ഇവിടുത്തെ ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ചെറിയ തോതിലുള്ള വിള്ളലുകളടക്കം സമീപ പ്രദേശത്തെ വീടുകളിലുണ്ടായി എന്നടക്കമുള്ള നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആശങ്കയുണ്ടായിരുന്നു. നാട്ടുകാർ സമരം നടത്തിയിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വളരെ ശാസ്ത്രീയമായി തന്നെ മറ്റ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിച്ചോ? അതിന്റെ ബഹളവും ഒക്കെയാണോ ഈ പുറകിൽ കാണുന്നത്? ഞാൻ നിൽക്കുന്നത് തൈക്കൂടം പാലത്തിന് താഴെയാണ്. അതായത് ഈ കായലോരം ഗോൾഡൻ കായലോരത്തേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകരെയും ഒപ്പം തന്നെ മറ്റുള്ളവരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല ഇതുവരെയും. അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വെച്ചാൽ അങ്ങോട്ട് കയറുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒപ്പം മുകളിലൂടെ നാഷണൽ ഹൈവേയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വിനീത ബിജിയും ചേരുന്നുണ്ട്. വിനീത നിൽക്കുന്ന എവിടെയാണ്? നേരിട്ട് കാഴ്ചകൾ കണ്ടിരുന്നല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടോ? ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? തകർന്നു വീണ ഗോൾഡൻ കായലോടത്തിന്റെ ഒരു മറു സൈഡിലാണ് നിൽക്കുന്നത്. അതായത് കായൽക്കരയോട് ചേർത്തുള്ള മറു സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. കുറച്ചു മുമ്പ് പാലത്തിന് മുകളിലാണ് നമ്മൾ നിന്നിരുന്നത്. അവിടെ ആദ്യം മുതലേ തന്നെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതായത് പരിശോധനകളെല്ലാം കഴിഞ്ഞ പൂർണ്ണ വിജയം എന്നതിനെ തുടർന്ന് അവസാന സൈറന് മുഴങ്ങിയതിനു ശേഷം പോലീസുകാർ തന്നെ ഇടപെട്ടുകൊണ്ട് ആ ഗതാഗത നിയന്ത്രണം മാറ്റി പാലം തുറന്ന ഒരു കാഴ്ചയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇത് കാണുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കായൽക്കരയുടെ മറുവശത്തിരുന്നുകൊണ്ട് നിരവധി ആളുകൾ ഈ
ഫ്ളാറ്റ് പൊളിച്ചത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പലർക്കും വലിയ രീതിയിലുള്ളൊരു ആകാംക്ഷ തന്നെ ആയിരുന്നു എന്ന് പറയാം. കാരണം തുടക്കം മുതലേ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. 4 ഫ്ളാറ്റുകളും എങ്ങനെയാണ് നിലം പതിക്കുക, സമീപത്തുള്ള ഇപ്പോൾ ഗോൾഡൻ കായലോരത്തിനെ സംബന്ധിച്ച സമീപത്തുള്ള അംഗനവാടി, അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ബഹുനില കെട്ടിടം, ഇതൊക്കെ ഏത് തരത്തിൽ ഇത് ബാധിക്കും, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ഉണ്ടായിരുന്നത്. ആൽഫാസറിന് അടക്കമുള്ള ഫ്ളാറ്റുകളുടെ സമീപത്തായി മറ്റ് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിക്കുള്ള ആശങ്കകൾക്കും ആകാംക്ഷയ്ക്കും ഒക്കെ ഒരു വിരാമം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. വലിയ രീതിയിലുള്ളൊരു ജനപ്രവാഹം തന്നെയാണ് നമുക്ക് പാലത്തിന് മുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധി സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ ഇത് കാണുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇവിടെ സ്റ്റോപ്പിൽ തന്നെ. ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക്? അതെ, ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വിജയകരമായി ഇവരിത് നിറവേറ്റാൻ ഇവർക്ക് കഴിയുമെന്ന്? കുഴപ്പമില്ല. ചേട്ടാ, ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പല ഫ്ളാറ്റുകൾക്കും സമീപം വീടുകൾ ഉണ്ടായിരുന്നു. അവരതെങ്ങനെ ബാധിക്കുമെന്ന് അടക്കമുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. ആശങ്കയൊന്നും ഇല്ലായിരുന്നു. സമീപവാസികൾ അത് സമയം ഞാനിവിടെ അടുത്തുള്ളതാണ്. വലിയ ആശങ്കയൊന്നുമില്ല. 2 പൊട്ടിച്ചല്ലോ, 4 അറിയാലോ. അന്ന് എന്താ സൗത്ത് ആഫ്രിക്കയിലുണ്ട്, ആദ്യം കണ്ടോണം പൊട്ടി. അപ്പം അതിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ഇത്തരം ഫ്ളാറ്റുകൾ നിലം പതിപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി നീങ്ങുന്നു എന്നൊക്കെയുള്ളൊരു വാർത്ത വന്നത് മുതൽ പല പരിസരവാസികളും നമ്മളോട് പറഞ്ഞത് അത്തരത്തിൽ അവർക്കൊരു ആശങ്കയുണ്ട്. ഈ കമ്പനികൾ എങ്ങനെയാണ് ഇത് നിറവേറ്റുക, അത്തരത്തിലുള്ള ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആശങ്ക എപ്പോഴും ഉണ്ടല്ലോ. ഈ കായൽത്തീരത്തൊക്കെ ഇതൊക്കെ പണിത് ഈ ഉദ്യോഗസ്ഥരെ വേണം ആദ്യം പ്രതിയാക്കാൻ. ഇവെല്ലാം കൃത്യമായി നിലം പതിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക്. അല്ല, ഇവിടെ ഒത്തിരി ഉണ്ട്, അതെല്ലാം നിലം പതിക്കണം. ഈ അഴിമതി നടത്തിയാൽ അത് കംപ്ലീറ്റ് നിലംപതിക്കും എന്നുള്ളതിന് തെളിവാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കിയപ്പോൾ ഞങ്ങൾ കാണുന്നത്. അതിന്റെ ടെക്നിക്കൽ സൈഡ് നമ്മളെല്ലാവരും കണ്ടു, അത് വിജയകരവുമായിരുന്നു. എവിടെ നിന്നാണ് വരുന്നത് ചേട്ടാ? ഞാൻ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക്? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇന്നലത്തെ ഫ്ളാറ്റുകൾ നിലംപതിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അത് നിങ്ങളുടെ പോലുള്ള ചാനൽ ഇന്ന് നേരിൽ കാണാനായിട്ട് എപ്പോ എത്തിയപ്പോ? ഇപ്പോ ഞാൻ 2 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയിരുന്നു. 2 മണിക്ക് മുമ്പ് എത്തിയിരുന്നു. ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇത് നേരിട്ട് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ വിധി അത് നടപ്പായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം, ആദ്യം മുതലേ ഉള്ള കരുതൽ, ശരിയായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ തന്നെയാണ് മരടിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശങ്ങളുടെയും കരുതലിന്റെയും ഒക്കെ ഉള്ള ഒരു വിജയം തന്നെയാണ് മരടിൽ സംഭവിച്ചിട്ടുള്ളത്. ആദ്യം മുതലേ വലിയ രീതിയിലുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഡാനി പോളും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ദൗത്യം ഏതാണ്ട് അതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ്. ജനങ്ങൾക്ക്, ഈ സമീപവാസികൾക്ക് എപ്പോഴേക്ക് മടങ്ങിയെത്താൻ സാധിക്കും? ഈ പൊടിപടലങ്ങളൊക്കെ കുറച്ചു നേരം കൂടി അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ അടങ്ങിയിട്ടുണ്ടോ? അവർ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും കാര്യങ്ങൾ എത്തി എന്ന് വേണമോ കരുതാൻ? രഞ്ജിത്ത്, തുടക്കത്തിൽ അതായത് ഈ മരട് ഡിമോളിഷനുമായി ബന്ധപ്പെട്ട് ഈ 5 ഫ്ളാറ്റുകൾ നിലംപൊത്തുമ്പോൾ ഉണ്ടാകുന്ന പുകപടലങ്ങൾ സംബന്ധിച്ച്, അത് അന്തരീക്ഷത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ ഒരു ആശങ്ക നിലനിന്നിരുന്നു. ഇതിൽ നമ്മൾ ആദ്യ ഫ്ളാറ്റ് നിലംപൊത്തുമ്പോൾ കണ്ടത് വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു പൊടിപടലങ്ങൾ ഉയരുന്നത് തന്നെയാണ്. ഇത് എത്ര സമയത്തേക്ക് എങ്ങനെയെന്ന് വലിയ രീതിയിലൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതാവുന്നു. അതിൻ്റെ ഒരു നിർവ്യാപനം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഫയർഫോഴ്സിൻ്റെ മറ്റും ഒരു ഇടപെടൽ അത് പറയേണ്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തുകയും വെള്ളം പമ്പ് ചെയ്യുകയും പൊടി ഉയരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ, അതായത് കൃത്യമായൊരു പ്ലാനോടുകൂടി തന്നെ, വളരെ കൃത്യമായൊരു പ്ലാനും അതിൻ്റെ ഒരു ടീം സ്പിരിറ്റോടുകൂടി തന്നെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇത്തരണത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം വിവിധ സർക്കാർ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇതിൽ എടുത്തു പറയും. പോലീസും ഫയർഫോഴ്സും മറ്റ് എക്സ്പ്ലോസീവ് വിഭാഗങ്ങൾ, ഇതിനെ IAS IPS ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ സിങ്കർണൈസ് ചെയ്തുകൊണ്ട് ഒരുപോലെ കോർത്തുകൊണ്ട് തന്നെയാണ് ഈ വലിയൊരു മിഷൻ മരട് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇവരെ ഒരു ഏകോപനം ഇതിൻ്റെ ഉടനീളം ശ്രദ്ധേയമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മീറ്റിങ്ങുകൾക്ക് ചേരുക, ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുക, കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, എവിടെയും ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അതിൻ്റെ ഒരു പരിസമാപ്തിയും അതിൻ്റെ ഒരു പരിപൂർണതയുടെയും വിജയം കൂടിയാണ് ഈ മരട് നമ്മൾ കാണാൻ കഴിയുന്നത്. സാധാരണ സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ നടാടെ നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് പരിചിതമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അതനുസരിച്ച് തന്നെയാണ് ആശങ്കകളും ഉയർന്നിരുന്നത്.
പക്ഷേ അതിനെല്ലാം തന്നെ ഉചിതമായ രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ട് മരട് ഒരു വലിയ അടയാളമായി മാറുകയാണ്. ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് വലിയൊരു അളവ് വരെയും ആദ്യ ദിനം തന്നെ കുറവ് വന്നിരുന്നു. മരട് അത് പ്രത്യേകിച്ച് ഒരു ജനവാസ കേന്ദ്രത്തിലെ ഫ്ളാറ്റുകൾ ആദ്യ ദിനം തകർക്കുന്നതിലെ അതിലെ ഒരു യുക്തി സംബന്ധിച്ചൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ അത് ആ സമയം കൊണ്ട് തന്നെ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് തന്നെ അതിനൊരു മറുപടി കൊടുക്കുന്നതിന് കഴിഞ്ഞിരുന്നു. ഈ അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ളൊരു മലിനീകരണം ഉണ്ടാകുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ പൊടിപടലങ്ങൾ ഇല്ലാതാകുന്നു. തികച്ചും വളരെ ചെറിയ ഒരു രീതിയിൽ ഒരു വലിയ കെട്ടിടം വളരെ നിസ്സാരമായി തന്നെ അതിനെ ഭൂമിയിലേക്ക് ചേർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ വലിയൊരു പ്രവൃത്തി തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾക്ക് അത് അനുഭവപ്പെടുന്നത് നിസ്സാരമായി തന്നെ അതിനെ അവരുടെ ഒരു പ്രവൃത്തി പരിചയവും വൈദഗ്ധ്യം കൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്തൊരു രീതി തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ജനങ്ങളിലുള്ളൊരു ആശങ്ക മാറിയിരിക്കുന്നു. ഇപ്പോൾ മരടിൽ നമ്മൾ ഇപ്പോൾ കണ്ട ഗോൾഡൻ കായലോരത്തിന് അതിന് സമീപത്തുള്ള ക്രെയിനുകൾ അതിൻ്റെ ജിയോ ടെക്സ്റ്റൈൽ ഉയർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ച് നിർത്തി പൊടിപടലങ്ങൾ പടരാതെ അങ്കണവാടി കെട്ടിടത്തിൽ സംരക്ഷിച്ച് നിർത്തിയെന്നൊരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത് മാറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ അത് 4 പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം മണ്ണോടടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേരളം കാത്തിരുന്ന ആകാംക്ഷയുടെ നിമിഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് എന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിലേക്ക്. Well, the most difficult part of our work is to make sure that everything is done correctly. The design, the drilling of the holes, the placement of the explosive, the placing of the protection, the blast protection. So all of this needs a lot of attention and has to be done correctly and checked and double-checked to make sure that everything is right for the implosion. This is first experience in India. Yes, it's our first work in India. When will you return to public? Well, we will return at the end of the week. We'll spend a few days here in India and then head back on the weekend. Is there any process remaining? No, there's nothing further. ഇന്നത്തെ ആദ്യ ദൗത്യം ഇപ്പോൾ ഗോൾഡൻ കായലോരത്തോടുകൂടി ദൗത്യം അവസാനിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ ആദ്യ ദൗത്യം അത് പൂർണ്ണമായത് ജെയിൻ കോറൽ കോവ് എന്ന ഏറ്റവും വലിയ ഫ്ളാറ്റ് പൊളിച്ചുകൊണ്ടായിരുന്നു. ഏറ്റവും കൃത്യതയോടെ നിലം പൊത്തിയതും ഇതേ ഫ്ളാറ്റ് തന്നെയായിരുന്നു. കടുകിട പിഴവില്ലാത്ത കൃത്യത. പാർക്കിംഗ് ഏരിയയിലേക്ക് ചരിഞ്ഞ് പവിഴപ്പുറ്റുപോലെ ഒരു കോൺക്രീറ്റ് കൂന. മരട് പഞ്ചായത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും ഉയരമേറിയ ഒന്നായിരുന്നു ജെയിൻ കോറൽ. 51 മീറ്റർ ഉയരം, 17 നിലകൾ, 128 അപ്പാർട്ട്മെന്റുകൾ. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും തലയെടുപ്പുള്ളത് കോറൽ കോവിനായിരുന്നു. ലാണ് ജെയിൻ കോറൽ കോവിന് നിർമ്മാണാനുമതി ലഭിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. ഏതാണ്ട് 1 ദശാബ്ദം തികയും മുമ്പ് എല്ലാം വീണ്ടും മണ്ണോട് ചേർന്നു. 372 കിലോ സ്ഫോടക വസ്തു, 2660 ദ്വാരങ്ങൾ, 86 ലക്ഷം രൂപ. ജെയിൻ കോറൽ കോവ് നിലംപൊത്താൻ പിന്നീട് വേണ്ടി വന്നത് 9 സെക്കൻഡിൽ താഴെ സമയം. ന്യൂസ് 18 കൊച്ചി.